ഹായ് സ്റ്റുഡൻസ്, നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിവിസിബിലിറ്റി റൂള് 9 വരെ എടുത്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിവിസിബിലിറ്റി ബൈ 10 ആൻഡ് 11 ആണ് എടുക്കാൻ പോകുന്നത്. ഡിവിസിബിലിറ്റി ബൈ 10 നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിവിസിബിലിറ്റി ബൈ 10 പറയുമ്പോൾ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ, അതായത് ഏറ്റവും അറ്റത്ത് ഒറ്റയുടെ സ്ഥാനത്ത് 0 വന്നാൽ ആ നമ്പറിനെ 10 കൊണ്ട് ഡിവിസിബിളാണ്. ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0 വന്നാൽ ആ നമ്പർ 10 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ യൂണിറ്റ് പ്ലേസിൽ, ഈ എക്സാമ്പിളിലൊക്കെ യൂണിറ്റ് പ്ലേസ് 0 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവിസിബിളാണ്. ഇനി നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 11 എങ്ങനെയാണെന്ന് നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 11. അപ്പോൾ ഒരു നമ്പറിനെ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ, അതായത് ഇഫ് ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് അറ്റ് ഓഡ് ആൻഡ് ഈവൻ പ്ലേസസ്, ഇഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് അറ്റ്സ് ഓഡ് ആൻഡ് ഈവൻ പ്ലേസസ് ആർ ഈക്വൽ ഓർ ഇറ്റ്സ് ഡിഫറൻസ് ഈസ് 0, are equal or its difference is 0, then that number is divisible by 11. If the sums of digits set odd and even place, odd പ്ലേസിൽ ഈവൻ പ്ലേസിലുള്ള നമ്പറുകളുടെ ഡിജിറ്റുകളുടെ സമ്മ് ഈക്വൽ ആയാലോ ഓർ ഇറ്റ്സ് ഡിഫറൻസ് ഈസ് 0, ഡിഫറൻസ് 0 വന്നാലോ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11. Difference is 0, that number is divisible by 11. So it can be illustrated with the help of an example. 32 lakh 45,682, 45,682. ഈ നമ്പറിൽ ഓഡ് പ്ലേസിലെ ഈവൻ പ്ലേസിലെ നമ്പറുകളുടെ സം എടുക്കണം. ഓഡ് പ്ലേസിലെ ഈവൻ പ്ലേസിലെ നമ്പറുകളുടെ സമ്മ് 3 + 4 + 6 + 2, 4 + 3 7, 7 + 6 13 + 2 is equal to 15. ഇനി ഈവൻ പ്ലേസസ് നോക്കാം. ഈവൻ പ്ലേസസ് 2 + 5 + 8, 8 + 5 13 + 2 is equal to 15. അപ്പം ഈ ഓഡ് പ്ലേസിലെ ഈവൻ പ്ലേസിലെ നമ്പറുകൾ ഡിജിറ്റുകളുടെ സമ്മ് ഇവിടെ ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നു. 15 ഈസ് ഈക്വൽ ടു 15. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11. ഇനി ഇതിന് ഡിഫറൻസ് 0 ആയാലും, ഈ സമ്മുകളുടെ ഡിഫറൻസ് 0 ആയാലും അതെന്താണ് ഡിവിസിബിൾ ബൈ, ആ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. ഇനി ഈ ഡിവിസിബിലിറ്റി റൂളിന് ഞാനൊരു ഹോംവർക്ക് തരാം. ആ ഹോംവർക്ക് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ഇഫ് 34-24 ഈസ് ഡിവിസിബിൾ ബൈ 9, ഈ നമ്പറിനെ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, ഡിവിസിബിൾ ബൈ 9, ദ നമ്പർ അറ്റ് ഡാഷ്, അതായത് ഡാഷിൽ കിടക്കുന്ന നമ്പർ ഏതാണെന്ന് ഈസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. നമ്മളത് കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകളുടെ എല്ലാം സം എടുക്കുക, പ്ലസ് ഡാഷ് ഇട്ടേക്കുന്നത് ഡാഷ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഡാഷ് പ്ലസ് 2 + 4, അപ്പം 3 + 4 7, 7 + 2 9, 9 + 4 13. ഇതിൻ്റെ നമ്പർ 13 വരും. ഇനി 13 കഴിഞ്ഞിട്ട് അടുത്തതായി ഏതാണ് 3യുടെ ടേബിളിൽ വരുന്നതെന്ന് നോക്കണം. അതായത് 13 കഴിഞ്ഞാൽ പിന്നെ 6 3s are 18 ആണ് വരുന്നത്. 3യുടെ ടേബിളിൽ വരുന്ന 15, അതായത് 9 ആണ് ചോദിക്കുക. അപ്പം 9 ആകുമ്പോൾ 9 2s are 18. അപ്പം 13 കഴിഞ്ഞ് അടുത്ത മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കുക. 13 കഴിഞ്ഞ അടുത്ത മൾട്ടിപ്പിൾ 18 ആണ്. അപ്പം 18ൽ നിന്ന് ഈ 13 പോയാൽ ഡിഫറൻസ് ഈസ് 5. സോ ഈ ഡാഷ് ഇട്ടേക്കുന്ന സ്ഥലത്ത് 5 എന്ന നമ്പറാണ് വരേണ്ടത്.
അപ്പം ഈ രീതിയിലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് എക്സാമിനേഷന് വരാൻ സാധ്യതയുണ്ട്. 3യുടെ ഡിവിസിബിലിറ്റി റൂൾ ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു നമ്പറിനെ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ഡാഷ് കിടക്കുന്ന സ്ഥലത്ത് എന്ത് വരുമെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റുകളെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. അതിനുശേഷം 3യുടെ മൾട്ടിപ്പിൾ ആ പ്ലസ് ചെയ്തിട്ട് സമ്മിന് തൊട്ടടുത്ത് വരുന്ന ഏതാണെന്ന് നോക്കുക. ആ നമ്പറിൽ നിന്ന് ഈ സമ്മ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാഷ് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ തന്നെ 3 + 4 7 7 + 5 12 12 + 2 14 14 + 4 = 18 കിട്ടും. അപ്പോൾ 18 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ അതിന് മുന്നേ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. 9ൻ്റെ ടേബിൾ സമ്മ് 9ൻ്റെ ടേബിളിൽ വന്നാൽ അത് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.